നിന്റെ കൺസെപ്റ്റ് എങ്ങനെയാ? അണ്ണാ സുന്ദരി ആയിരിക്കണം. അയ്യോ സുന്ദരി ആയിരിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യും. ഐശ്വര്യ റായ കെട്ടിച്ചു തരട്ടെ. അയ്യേ രണ്ടാം ഘട്ടം എനിക്ക് പട്ടി കെട്ടും. അയ്യോ അല്ലെങ്കിൽ ഇപ്പൊ കെട്ടിച്ച് തന്നേനെ. ഇവിടെ വലിയ സൗന്ദര്യം നീ പ്രതീക്ഷിക്കല്ലെന്ന്. അണ്ണാ എന്നെ കാട്ടി സൗന്ദര്യം ഇച്ചിരി കുറഞ്ഞൊരെണ്ണത്തിനെത്താ. നിന്നെക്കാട്ടി ശകലം സൗന്ദര്യം കുറഞ്ഞോ? ഒരു വാലൂടുണ്ടോ? കുഴപ്പമുണ്ടോ? എന്താ പറയുവാണത്? അന്നേരം ഭാര്യ കൊടുക്കുമ്പോ വാൽ എവിടെ കൊണ്ട് ഒളിപ്പിക്കും? പ്രാന്തനെയാണല്ലോ ഞാൻ കൊണ്ട് കല്യാണം. സൗന്ദര്യം മാത്രം നോക്കി കെട്ടാണ്ടിരിക്കാതെ. എന്നാ പിന്നെ നല്ല സ്വഭാവമുള്ള ഒരെണ്ണത്തിനെത്താ. സ്വഭാവം എന്തോ സ്വഭാവം? സ്വഭാവം എന്ന് പറഞ്ഞ അണ്ണ ഞാൻ പറയാം ദിവാർണ. ആരാ? ദിവാർണൻ. ദിവാകരനൻ. ദിവാറിന്റെ വൈഫ്. ആരാ? വൈഫ്. ആരാ? വൈഫ്. ആരാ? അണ്ണ പെണ്ണും പിള്ളേന്ന്. അല്ല വൈഫ് എന്ന് തന്നെ പറ. നിന്റെ ഓഞ്ഞ വായിക്കാത്ത കാറ്റടിക്കുമ്പോ എന്നോ സുഖമായിരുന്നു അറിയാവോ? കളിയാക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞു. എടാ നീ പിന്നെ എന്താ ദിവാറിന്റെ ഭാര്യക്ക് എന്താ അത്ര ഗുണം? ദിവാറിനും വെള്ളം അടിച്ചിട്ട് എന്നാ ഒന്നും പറയത്തില്ല, ചീട്ട് കളിച്ചിട്ട് എന്നാ ഒന്നും പറയത്തില്ല, സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് എന്നാ ഒന്നും പറയത്തില്ല, പാതിരാത്രി കയറിച്ചെന്നാലൊന്നും പറയത്തില്ല. ദിവാറിനോട് ഒരു കാര്യം പറയാവോ? ഞാൻ പറയാണ ദിവാറിന്റെ പെണ്ണുമ്പോൾ എവിടെ കൊണ്ടുവന്നു? ഇവിടെ നിൽക്കുന്ന പേട്ടിനെ ഞാൻ കൊണ്ടുപോകാന്ന് പറയാവോ? ഫോണാടുന്നു എവിടെ? അല്ലെന്ന് പോണ അവിടെ നിന്ന്. അങ്ങനെയാണോ? ഇങ്ങനെ മാത്രം നോക്കി നീ കെട്ടാൻ നിൽക്കാതെ. പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യും, എനിക്ക് കുറച്ച് ഫ്രീധനം മേടിച്ചു തരാമോ? എടാ കിഴങ്ങ ഫ്രീധനമല്ല സ്ത്രീധനം. എന്നാ ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലോ, അതുകൊണ്ടാ ഫ്രീധനം എന്ന് പറയാം. അതൊക്കെ നല്ല ബുദ്ധിയാ നിനക്ക്.